പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ADGP MR അജിത് കുമാറിന് തിരിച്ചടി. സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി. സസ്പെൻഷൻ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് അജിത് കുമാർ. MR അജിത് കുമാർ DGP ആകാൻ യോഗ്യനല്ലെന്ന് സർക്കാർ. ഗുരുതരമായ കുറ്റം ചെയ്തയാളെന്നും സർക്കാർ പറയുകയാണ്. ബിനിലുണ്ട്. ബിനിൽ, എവിടെയാണ് ഇങ്ങനെ ഒരു അപേക്ഷയുമായി എത്തുന്നത്? വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. സർക്കാരിന്റെ നിലപാട് എത്രത്തോളം നിർണായകമായി അവിടെ ബിനിൽ? പ്രതീക്ഷ, നാളെ മന്ത്രിസഭാ യോഗം നടക്കാനിരിക്കെയാണ് ഇന്ന് അടിയന്തരമായ ഒരു ഹർജിയുമായി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് MR അജിത് കുമാർ എത്തിയത്. തന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണം, അത് റദ്ദാക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇടക്കാല ആവശ്യമായി അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ സസ്പെൻഷൻ നടപടികളിലുള്ള സ്റ്റേ ആണ്. കാരണം നാളെ പുതിയ ആളെ DGP ആയി തെരഞ്ഞെടുക്കും. പുതിയ ഒരാൾക്ക് തന്റെ കീഴുദ്യോഗസ്ഥന് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അടിയന്തരമായി തന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണം. ഒപ്പം തന്നെ ഈ ക്യാബിനറ്റിൽ ഇടപെടണം. മന്ത്രിസഭാ യോഗത്തിൽ പുതിയൊരാളെ DG ആയി തീരുമാനിക്കാൻ, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായി ഒരാളെ ആ റാങ്കിലേക്ക് ഉയർത്താതിരിക്കാനുള്ള ഇടപെടൽ വേണം. ഇതൊക്കെയാണ് MR അജിത് കുമാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ CAT ഇതിൽ ഇടപെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടക്കാല സ്റ്റേ എന്ന ആവശ്യത്തെ പൂർണ്ണമായും തള്ളുകയാണ്. ഇന്ന് ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ട വിശദമായ വാദമാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ MR അജിത് കുമാറിന്റെ ഹർജിയിൽ ഉണ്ടായത്. ആദ്യം MR അജിത് കുമാർ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം എന്നത് തന്റെ സസ്പെൻഷൻ ഉത്തരവ് തന്നെ നിയമപരമല്ല, അത് ഗവർണർക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി ഒപ്പിട്ടിറക്കിയ ഉത്തരവാണ്. തനിക്കെതിരായ സസ്പെൻഷൻ ഉത്തരവ് അത് നിയമപരമായി ഇറക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇറക്കാൻ കഴിയൂ. കാരണം ഇവിടെ കേരളത്തിൽ GAD വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് മാത്രമേ തന്റെ ഉത്തരവ് ഇറക്കാൻ കഴിയൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതോടൊപ്പം തന്നെ ഒരു പ്രതികരണം ആദ്യം തന്നെ തേടുകയാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക്, ബിന്നിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്താം. ഇപ്പോൾ ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ ഇരയായിരുന്ന കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അജയ് ജുവൽ കുര്യാക്കോസ്, കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. CAT സമീപിക്കുന്നു. കാരണം ഒരു നിർണായക ഘട്ടമാണ്. നാളെ നിർണായക മന്ത്രിസഭാ യോഗം ചേരാൻ പോകുന്നു. DGP ഉയർത്തപ്പെടുമെന്ന പ്രതീക്ഷ ഇതുവരെ ഒരു ത്രിശങ്കുവിലാണെങ്കിൽ ഒരു തീർപ്പിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കനത്ത തിരിച്ചടി. പ്രതികരണം. ഞാനിപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോഴാണ് അറിഞ്ഞത്, ഗവൺമെന്റ് ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഇപ്പൊ ഇങ്ങനൊരു വിധി ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങളെല്ലാം ഇത്രയും വൈകിയത് എന്താണ്, റിപ്പോർട്ട് ചോദിക്കാൻ എന്താ താമസം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴും ഞങ്ങളടക്കം ഗവൺമെന്റടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൊസീജിയേഴ്സ് എന്താണോ അത് കംപ്ലൈ ചെയ്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം KAT പോകുമ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക്, അതായത് പറയുന്ന എനിക്കോ തോമസിനോ ഒന്നും പോയി യാതൊരു തരത്തിലുള്ള ആനുകൂല്യത്തിന് വേണ്ടിയിട്ടല്ല. ഇവർ ഗവൺമെന്റ്മാർ ചെയ്തത് എന്തായിരുന്നു, അവർ കുറെ കാലം ഈ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അവർ കുറെ ആനുകൂല്യങ്ങൾ പറ്റി. ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും വേണ്ട. ഞങ്ങൾക്കൊക്കെ കൃത്യമായി എന്താണോ നിയമപരമായുള്ള പോരാട്ടമാണ് ഇവരെ നടത്തിയിട്ടുള്ളത്. തുടർന്നും അത് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ഇവർ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി എന്ന് പറയുന്നത് സ്റ്റേ ചെയ്യണം എന്നുള്ളത് കോടതി തള്ളി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർത്തും സ്വാഗതാർഹമായ വിധിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായേക്കുന്നത്. തീർച്ചയായും അതിന്റെ വശങ്ങളിലേക്ക് ഇനി പോകുമ്പോൾ പഴുതടച്ചുള്ള ഒരു റിപ്പോർട്ട് എന്തായാലും ഈ ഉത്തരവ് തയ്യാറാക്കിയതിന്റെ കൂടി ഫലമാണോ ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു രക്ഷാമാർഗവും ഈ സ്പേസിൽ കിട്ടാതെ പോകുന്നത്? MR അജിത് കുമാറിന് ശ്രീ അജയ് ജുവൽ കുര്യാക്കോസ്, ഞാൻ ഒരു സർവീസിൽ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നടത്തിയത്. കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഈ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടിയെടുക്കുന്ന ഒരു സമീപനമായിരുന്നു കുറെ കാലങ്ങളായി ഉണ്ടായിരുന്നു. എന്നാൽ നിർദ്ദേശം കൊടുത്ത ആളും ഇതിൽ ഉൾപ്പെടണം, അദ്ദേഹത്തിനും ഇതിനകത്തൊരു ലയബിലിറ്റി ഉണ്ട്, അദ്ദേഹവും ഇതിനകത്ത് കൃത്യമായി ഉൾപ്പെടണം എന്നുള്ളത് ഈ പോരാട്ടം ഞങ്ങൾ നയിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു തീരുമാനമായിരുന്നു. ആരാണോ നിർദ്ദേശം കൊടുത്തത് അയാൾ ആണ് ഇതിന്റെ ഏറ്റവും മുഖ്യ പ്രതി എന്നുള്ളത്. അതിൽ ഗവൺമെന്റ് എടുത്ത ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് അത്തരത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതും ഇതിനകത്ത് ഒരു നടപടി എടുപ്പിച്ചത്. ശരി, വളരെയധികം നന്ദി ശ്രീ അജയ് ജുവൽ കുര്യാക്കോസ് പ്രതികരിച്ചതിന്. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു CAT നടപടി എന്നുള്ളതാണ്. ബിനിൽ, എന്തൊക്കെയാണ് ഒരു തിരിച്ചടിയായി മാറിയത്? അവിടെ ഈ സർക്കാർ എടുത്ത നിലപാട്, സർക്കാരിന് വേണ്ടിയുള്ള അഭിഭാഷകൻ എടുത്ത നിലപാട് മാത്രവുമല്ല, എന്തൊക്കെ പ്രതീക്ഷയോടുകൂടി ആയിരുന്നു കോടതിയിലേക്ക് MR അജിത് കുമാർ എന്ന മുൻ ഉദ്യോഗസ്ഥൻ എത്തിയത്?
പ്രജീഷ, ഈ സർക്കാർ നടപടി സ്റ്റേ ചെയ്ത് കിട്ടാൻ വേണ്ടി വലിയ വാദങ്ങളാണ് അദ്ദേഹം കോടതി മുമ്പാകെ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട വാദം ഈ സ്റ്റേ ആവശ്യത്തിന് വേണ്ടി തന്നെ അവർ നടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ജസ്റ്റിസ് ഹരിപാലിന്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ച് ഈ ആവശ്യം നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ സ്റ്റേറ്റ് അറ്റോർണി അനൂപ് വി നായരാണ് സർക്കാരിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ ADGP MR അജിത് കുമാർ DGP ആകാൻ, ആ റാങ്കിലേക്ക് വരാൻ യോഗ്യനായ ഒരാളല്ല എന്നതാണ്. അതായത് വലിയ കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ഒരു കേസ് അട്ടിമറിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു കേസ് മാത്രമല്ല, സംസ്ഥാനത്ത് രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മറ്റ് നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. എല്ലാ കേസുകളും ചേർത്തുള്ള ഒരു ഇടപെടലാണ് MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ആലപ്പുഴയിലെ കേസ് അട്ടിമറിച്ചതിലൂടെ ആ ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് MR അജിത് കുമാർ ചെയ്തത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാർ ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ MR അജിത് കുമാറിനെതിരായ നടപടികൾ ഒരു തരത്തിലും കുറയ്ക്കാൻ കഴിയില്ല. ശക്തമായ നടപടികൾ തന്നെ വേണം. അതുകൊണ്ട് ഈ പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റം ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്യാൻ അത് മതിയായ കാരണമാണ് എന്നാണ് സ്റ്റേറ്റ് അറ്റോർണി ഇന്ന് CAT-യിൽ വാദിച്ചത്. ആ വാദമാണ് CAT അംഗീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നൊരു ഇടക്കാല ഉത്തരവ് MR അജിത് കുമാറിന് അനുകൂലമായി ഉണ്ടാവാതിരുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷക ഈ കേസിന്റെ മെറിറ്റിലേക്ക് തന്നെ പോയിട്ടുള്ള വാദങ്ങൾ തന്നെ ഉയർത്തി. കാരണം SIT-യുടെ റിപ്പോർട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കാം അജിത്തിന് മുന്നിലുള്ളത്? ബിനിൽ MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണൽ MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി CAT-യുടെ അന്തിമ വിധിക്കായി കാത്തിരിക്കുക എന്നത് മാത്രമേ അദ്ദേഹത്തിന് മുന്നിലുള്ളൂ. കാരണം ഇനി അടുത്ത മാസം 20-ാം തീയതി ഓഗസ്റ്റ് 20-ലേക്കാണ് ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിന് മുന്നിൽ വലിയ ദീർഘമായ സമയം ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് MR അജിത് കുമാറിന്റെ ഹർജിയെ എതിർത്തുകൊണ്ട് വിശദമായ സത്യവാങ്മൂലം തന്നെ സമർപ്പിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള സമയം സർക്കാരിന് ഇപ്പോൾ CAT നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ SIT-യുടെ അന്വേഷണത്തിൽ അവർ പരിധി കടന്നു പോയി. അവർക്ക് തനിക്കെതിരെ റിപ്പോർട്ട് നൽകേണ്ട, ഈ ഘട്ടത്തിൽ നൽകേണ്ട സാഹചര്യമില്ല എന്നുകൂടിയാണ് അദ്ദേഹത്തിന് വേണ്ടി അഭിഭാഷക വാദിച്ചത്. കാരണം ഈ കേസിന്റെ, അതായത് ഈ രക്ഷാപ്രവർത്തന കേസിന്റെ അന്തിമ തീർപ്പിലേക്ക് ഇപ്പോഴും SIT വന്നിട്ടില്ല. അന്തിമമായ കുറ്റപത്രം വരുമ്പോഴാണല്ലോ ഇതിന്റെ അട്ടിമറി അടക്കമുള്ള സാധ്യതകൾ. എന്തായാലും MR അജിത് കുമാറിന്റെ മുൻപിൽ എല്ലാ വാതിലുകളും അടയുന്നു. വളരെ പ്രധാനപ്പെട്ടത് ഈ കേസിലെ ഒരു സമയമാണ്. കാരണം നാളെ ക്യാബിനറ്റ് ചേരാൻ പോകുന്ന പുതിയ DGP-മാരെ തീരുമാനിക്കാൻ പോകുന്ന നിർണായകമായ ഒരു ക്യാബിനറ്റിൽ അവിടെ എല്ലാം അടയുകയാണ്. MR അജിത് കുമാറിനെ സംബന്ധിച്ച് CAT-യുടെ ഇടക്കാല ഉത്തരവ് ഇറക്കുന്നു. ആ ഹർജി തള്ളുകയാണ്. ഇനി വിശദമായി 20-നായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക.